വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. അങ്ങനെ അതേപോലെ നട്ടുച്ചയ്ക്ക് എണ്ണീറ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ റീൽസ് എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടത്. അതെ, റെഡ് ബുൾ കോഫി. റെഡ് ബുൾ വെച്ച് കോഫി ഉണ്ടാക്കാം എന്ന പുതിയ അറിവ് എനിക്ക് റീല് തന്നു. ഞാനൊരു കോഫി അഡിക്റ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും ഈ റെഡ് ബുൾ കോഫി ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ റെഡ് ബുൾ കോഫി ട്രൈ ചെയ്തതിന്റെ വീഡിയോ നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ടോ. ഓക്കെ, നമ്മളിവിടെ വിഘ്നേഷും വരുന്നുണ്ട്. എന്താ വിഘ്നേഷ് ഉദ്ദേശം? നമ്മളിങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലോട് പോയി നടന്ന് പൊക്കോണ്ടിരുന്നപ്പോൾ നമ്മളിവിടെ കോസ്റ്റ സിൽവറിന്റെ ഷോപ്പ് കണ്ടു. അപ്പൊ നമുക്ക് ഒരു ചെയിൻ വാങ്ങാം. ഞങ്ങൾ കുറച്ച് മുന്നേ വന്നിട്ട് ഓക്കെ, ഇത് രണ്ടിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് തിരിച്ചു പോയതാ. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് തിരിച്ചു വന്ന് വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷേ സാധനം വാങ്ങാൻ പോടെ. അപ്പൊ നമ്മള് സിൽവർ ചെയിൻ വാങ്ങാൻ പോവാണ്. ബ്രോ ഇതുകൂടെ ഒന്ന് തൂക്കി നോക്കൂ. അത് ഇതെടുക്കണോ ഗൈസ്? 22,000 ഒരു സാധനം ഉണ്ട്, സീം സാധനം. എങ്ങനെയുണ്ടാ ചോട്ടാ? സെറ്റല്ലേ? ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴേ മാല വാങ്ങണം എന്നൊരു മൂഡിൽ വന്നേ. അതുകൊണ്ട് അപ്പുറത്ത് വന്നപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞു മാല വാങ്ങണമെന്ന്. സിൽവർ വേണം ഗോൾഡ് വേണം ചോദിച്ചു. സിൽവർ വേണം ഗോൾഡ് വേണം ചോദിച്ചു. തൊട്ട് ഫ്രണ്ട് സിൽവർ ഷോപ്പ്. പിന്നെ ഒന്ന് നോക്കിയാൽ നമ്മളിങ്ങ് വാങ്ങി. ഇത് എത്ര ഗ്രാം ഉണ്ടായിരുന്നടാ? 59 ഗ്രാം ഉണ്ട് ഗൈസ്. 7,200 രൂപ. അപ്പോൾ നമുക്ക് ഇനി അകത്ത് പോയിട്ട് റെഡ് ബുള്ളും കോഫി പൗഡറും വാങ്ങാം അല്ലേ? യെസ്. എവിടെ അടിമാലി കാപ്പി? അത് അടുത്ത ആഴ്ച ട്രൈ ചെയ്യാം. അടുത്ത റെഡ് ബുള്ള്. ഈ റെഡ് ബുള്ള് കിട്ടി. മോനെ ഏതൊക്കെ ഫ്ലേവർ റെഡ് ബുള്ള്? ഇനി വാട്ടർ മെലൺ ഫ്ലേവർ റെഡ് ബുള്ള് കുടിച്ചിട്ടില്ല. ഞാൻ കണ്ടുകൊണ്ട് കുടിച്ചിട്ടില്ല. ബാംഗ്ലൂരുണ്ട്, നമുക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് ട്രൈ ചെയ്യാം. കുടിച്ചോ. ഇന്ന് നമുക്ക് റെഡ് ബുൾ കോഫി കുടിച്ചിട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് സ്ഥിരമാക്കാം അല്ലേ? കൊള്ളാമെങ്കിൽ സ്ഥിരമാക്കാൻ കാശുണ്ടോ? അത് ശരിയാ, കാശില്ല. നമുക്ക് പൈസ വന്നു തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമാക്കാം. ഇന്ന് ചുമന്ന തല എടുക്കാം. പക്ഷെ തലയുണ്ട്. തലയുണ്ടെന്ന് എനിക്കറിയാം. തലയുള്ള കാര്യം. തലയുള്ള ലേസ് സീൻ ലേസ് ആയിരിക്കും. തല ഫോർ എ റീസൺ. എടുക്ക്. എടാ ഗൈസ്, തലേ ഇവനെ നമുക്ക് ബഹിഷ്കരിക്കാം. 73 രൂപ. അതാണ് കണ്ടോ, 73 തല ഫോർ എ റീസൺ. ഗൈസ് അച്ചോട്ടൻ വീണ്ടും തലയിലേക്ക് തിരിച്ചു വന്ന്. എടാ ഇത് നോക്ക്, ലേസിന്റെ എല്ല് കണ്ട തിരിച്ചു വെച്ച 7 ആയില്ലേ? വീണ്ടും തല ഫോർ എ റീസൺ. ബുദ്ധി വിമാനമാണല്ലോ. അതെ, ബുദ്ധി വിമാനമാകാൻ തലയുടെ തലയുള്ള ലേസ് കഴിക്കുക. ചെറിയ തല വിട്ടിട്ട് വലിയ തല വാങ്ങി. 78 രൂപയുടെ വലിയ തല കണ്ട വെച്ചോ. ഇതിനടന്ന് ലുലുവരാന്ന് ലേസ് വാങ്ങാൻ. കുണാഫ ഇല്ലാണോ? ഈ കുണാഫ വലിയ രസമൊന്നും ഇല്ലല്ലോ. ആരാ ഇതിന് ഹൈപ്പിട്ടെ? ആർക്ക് തന്നെ ആണോ? ഇന്ന് കൊള്ളില്ല. അടുത്ത ലഡു. ഇതാരാ മാന്തിയെ? അണ്ടിപ്പരിപ്പ്. എടാ അണ്ടിപ്പരിപ്പ തൊട്ട് കളിക്കുന്ന ചൂടില്ലേ? ചൂടാക്കി തരാൻ പറഞ്ഞല്ലോ. മോനെ ആ ഭാഗത്ത് നല്ല കാശുണ്ടായിരുന്നു. നീക്ക് എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഭയങ്കര പിശുക്കനും മന്തി കഴിക്കാന്ന് പറയുമ്പോ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറയും. ഇന്നലെ രാത്രി ഒന്ന് പറയാം ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ഒരു കുക്കർ നിറച്ച് കഞ്ഞി അവിടെ ഇരിക്കുക. അപ്പൊ അവന് ബ്രെഡ് വേണം പോലും. കഞ്ഞി കുടിച്ച പാത്രം നീ കഴുകി വെച്ചായിരുന്നോ? എടാ അത് ഞാൻ ഉറങ്ങിപ്പോയതാ. കഴുകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറയും. നമ്മുടെ റെഡ് ബുൾ കോഫിയുടെ കൂടെ കഴിക്കാനായിട്ട് അച്ചൂട്ടൻ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. 2 കിലോ ഉരുളക്കിഴങ്ങ് ചെത്തി വെച്ചിട്ടുണ്ട്. അച്ചൂട്ടാ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നോട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ സ്വന്തത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആക്കി പൊരിക്കുക. പൊരിച്ച് കഴിഞ്ഞിട്ട് ടിഷ്യൂലിട്ട് ഓയിലെല്ലാം കളഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്നുകൂടെ എടുത്ത് പൊരിക്കുക. അപ്പം നല്ല ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? റെഡ് ബുൾ കോഫി ഉണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് റെഡ് ബുൾ. ഇന്നലെ വാങ്ങിയ റെഡ് ബുൾ ഇട്ടിട്ടുണ്ട്. കോഫി പൗഡറോടെ ഗൈസ് അച്ചൂട്ടം റെഡി ഫുൾ നമ്മുടെ കോഫി പൗഡർ പൊട്ടിച്ചു. രാവിലെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടിച്ചാണ്. എനിക്കും കാപ്പി തന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. അപ്പോ റെഡ് ബുൾ വിത്ത് ബ്രൂ കോഫി നമുക്ക് എന്ത് തരും? പറന്ന് നടക്കാം. ഓ ഈ സാധനം പറഞ്ഞു വരുന്നു. വേറെ നല്ല ക്യാപ്പച്ചിനോ ലുക്ക് മണം ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ? നല്ല മണോടാ. മണപ്പിച്ചേ കൊള്ളാവോ? കുടിക്കാൻ നോക്കുവൻ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. അച്ചൂട്ടിന് ഇഷ്ടപ്പെട്ടു. നമുക്ക് വിഘ്നേഷിനോട് നോക്കാം. വിഘ്നേഷ് കുടിക്ക്. ഹേമന്ത് കുടിക്ക്.
ഇതൂടെ കഷായോ അടുത്ത നമുക്ക് റെഡ് ബുൾ ഹോട്ട് കോഫി ഉണ്ടാക്കാൻ സുഹൃത്തുക്കൾ. അതിനകത്ത് ആദ്യം വേണ്ടത് നമുക്ക് റെഡ് ബുൾ തിളപ്പിക്കാൻ പാൻ വേണം. പാനിലേക്ക് നമ്മൾ റെഡ് ബുൾ കമത്തുക. ഇല്ല തിളക്കട്ടെ നല്ലപോലെ തിളക്കട്ടെ. മതിയോ? ഇളക്കണം. സംഭവം തിളപ്പിച്ചപ്പോൾ ഇതിന്റെ മധുരം കുറച്ച് റെഡ് ബുളിന്റെ ടേസ്റ്റ് കൂടിയെന്നാണ് തോന്നുന്നത്. ഷുഗർ സിറപ്പിനകത്ത് കോഫി മിക്സ് ചെയ്ത പോലെ ഉള്ള അവസ്ഥയായി പോയി. അടുത്ത ഇഷ്ടപ്പെട്ടാ? റെഡ് ബുൾ കോഫിക്ക് ഞാൻ പ്രതീക്ഷിച്ച എത്ര റെസ്പോൺസ് കിട്ടിയില്ല. ഞാൻ ഇവരെല്ലാവരും ഛർദ്ദിച്ച് മെഴുകി കുറെ റിയാക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ഛർദിലൊക്കെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ്. പക്ഷേ എല്ലാം പാളിപ്പോയി. റെഡ് ബുൾ കോഫി നന്നായിട്ട് വന്നിട്ടുണ്ട്. അച്ചൂട്ടന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട്. ഡബിൾ പവർ കിട്ടാൻ റെഡ് ബുള്ളും കോഫിയും മിക്സ് ചെയ്തടിക്കുക സുഹൃത്തുക്കളെ. ഫുൾ പവർ കിട്ടുന്നതായിരിക്കും. പിന്നെ ഭാവി വീഡിയോസിൽ നമ്മൾ ഇതുപോലത്തെ വിയഡ് കോമ്പോസ് മിക്സ് ചെയ്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. ആ സാധനം നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു സാധനം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ പെപ്സി ചായ. അടുത്ത വീഡിയോയിൽ നമ്മൾ പെപ്സി ചായ ഉണ്ടാക്കുന്നതായിരിക്കും. പെപ്സി ചായയെ പറ്റി എന്താണ് അഭിപ്രായം? അച്ചൂട്ടൻ എല്ലാത്തിനും ഓക്കെയാണ്. മെറിൻഡ നൂഡിൽസ്, പെപ്സി ചായ, അങ്ങനെ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന വിയഡ് കോമ്പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്തോ. ഞാൻ അതും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ശരിക്കും ബൈ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ശരിയായിട്ടുണ്ട് കേട്ടോ.